അപ്പുറം പോയ പണ്ടത്തെ പാരമ്പര്യമുള്ള കാബത്തിയെ കിബിലായിട്ടുണ്ടെങ്കിൽ ഭാര്യ നല്ലാവത്ത് ചൊന്നിട്ടാണ് നബിതങ്ങളെ മനസ്സിലുള്ള ഈ മനസ്സ് അറിഞ്ഞ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഒരു നാൾ അല്ലാഹു ആയത്തിറക്കി കൊടുക്കട്ടെ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിബിലത്തെ ഭാഗത്തേക്ക് തങ്ങളെ തിരിക്കട നബിയെ നിങ്ങളെ നങ്ങ തിരിക്കട നബിയെ തങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് കാണാണ് സുബ്ഹാന ജല്ല ജലാലുഹു അല്ലാഹുവിന്റെ റിളാ അതാണ് ഒരു മുഅ്മിന്റെ ഏറ്റവും വലിയ സ്വത്തും സമ്പത്തും വിജയവും അതേ ടൈമിൽ അല്ലാഹു തആല അപ്പുറത്ത് കാണാൻ സന്തോഷപ്പെടുത്തുക അല്ലാഹു തആല പ്രയത്നപ്പെട്ടു സുബ്ഹാന ജല്ല ജലാലുഹു ഖുർആനിൽ ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിലിങ്ങനെ അവതരിപ്പിക്കുന്നത് കണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നബി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെല്ലാം ഉണ്ടാ അതെല്ലാം പടച്ചറപ്പ് കൊടുക്കുടാണ്ടാണ് പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലുക. ഇത് നമുക്ക് വലിയൊരു സമാധാനം തൻ്റെ ആയത്താണ്. കാരണം നബി തങ്ങൾക്ക് ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമെന്തരെ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പോലത്തെ മഹാന്മാർ ചൊന്നാർ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുടെ പോലത്തെ മഹാന്മാർ ചൊന്നാർ, അന്ന ഹാദാ ഹുവ ശഫാഅത്തു ഫിൽ ഉമ്മത്തി. നബി തങ്ങളെ മനസ്സുനുറയുടെ നബി തങ്ങൾ വല്ലാത്ത കൊസുകളുടെ സംഗതിയത് സ്വന്തം ഉമ്മത്തുക്ക് ശഫാഅത്താക്കിടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു വല്ലാത്ത മനസ്സുനുറയുടെ സംഗതി. മുഅ്മിനീങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ലോകത്ത് അതുപോലെ ഉമ്മത്തിനെ സ്നേഹിച്ച്, ഈ ലോകത്ത് അതുപോലെ ഉമ്മത്തിനെ ബഹുമാനിച്ചൊരു നേതാവ് ആരുണ്ടു? പരിശുദ്ധമായ ഖുർആൻ നബിതങ്ങളെ സ്വഭാവം വിവരിക്കടായത്തിനോ പരിപാടിത്തറുമ്പോ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളെ ഭാഗത്തിൽ നിന്ന് വന്ന് നിങ്ങളെ റസൂൽ, അയാളെ ഏറ്റവും വലിയ സ്വഭാവം എന്തൊരു അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുമ്പോ അത് നബി തങ്ങൾക്ക് വലിയ പ്രയാസമായി കണ്ട്. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങളെ നൊമ്പലങ്ങ നബി തങ്ങൾക്ക് വലിയ നൊമ്പലങ്ങാണ്. ലോകത്തിൽ നബി തങ്ങളെ ഉമ്മത്തായി ജീവിക്കിടാൽമാരില്ലേ? നബി തങ്ങളെ സുന്നത്തുങ്ങ ഫോലോ അപ്പാക്കിടാൽമാരില്ലേ? നബി തങ്ങളെ ഉമ്മത്തായി ജനിച്ചു പോകുന്ന ഭാഗ്യവന്മാരില്ലേ? അങ്ങളെ മനസ്സുകും അങ്ങളെ തടിക്കും പണ്ട് ഓരോ നമ്പലങ്ങും അത് നബി തങ്ങളെ നമ്പലങ്ങാണ്. ആ മുഅ്മിനീങ്ങളെ പ്രയാസത്തിൽ ഏറ്റവും കൂടുതൽ ആ പ്രയാസത്തെ ഗൗരവമായി കണ്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ബറക്കത്തും നല്ല സമൃദ്ധികം നല്ല സമാധാനവും നല്ല സുഖം പറമ്പോ ആ ബറക്കത്തും സമൃദ്ധിയും സുഖത്തെയും പേരിൽ നിങ്ങൾക്കത് ഉണ്ടാവട്ട് ചെന്നിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളെ, നമുക്കൊരു സ്വഭാവമില്ലേ? ഒരാളെ പ്രയാസം കാണുമ്പോൾ നമുക്ക് സാധാരണ ബേജാറാകും. ഒരു നാൾ അയാളെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിയിട്ട് ബുദ്ധിമുട്ടുമെല്ലാം തീർന്നിട്ട് നല്ലൊരു സുഖമായ ജീവിതത്തിൽ കടന്ന് കാലവെച്ചിട്ട് കണ്ടെങ്കിൽ പിന്നെ അയാളുടെ ഒട്ടിಗೆ ഞങ്ങളെ മനസ്സ് സരി പോവലില്ല. അയാളെ ಬಗ್ಗೆ പല തപ്പുധാരണങ്ങളും ഞങ്ങളുടെ മനസ്സിൽ ബറലുണ്ടു.
ഒരു കാലത്ത് ദരിദ്രനായ ഒരു മനുഷ്യ ഇണ്ടെങ്ങനെയാണ് ഇത്രയും വലിയ പൈസക്കാരനായി തീരുന്നേ? ഒരു കാലത്ത് വലിയ കഷ്ടത്തിൽ നിന്ന മനുഷ്യ ഇണ്ടെങ്ങനെയാണ് നല്ല സുഖത്തിലായി തീരുന്നേ? ഒരു കാലത്ത് ബാടികയിൽ നിന്ന ഒരാളും ഇണ്ടെങ്ങനെ സ്വന്തം കെട്ടിയ ചൊല്ലിയ ചോദ്യമാണ് മനസ്സിൽ ബണ്ടേ. അത് ഞങ്ങളെ മനസ്സിലെ കളങ്കമാണ്, മാലിന്യമാണ്. ഞങ്ങളെ മനസ്സിൽ അസൂയങ്ങ നിറഞ്ഞത് കൊണ്ടാണ്, ഹസദങ്ങ നിറഞ്ഞത് കൊണ്ടാണ്. അതേ ടൈമുൽ നബി തങ്ങമാ സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തുള്ളൊരു മുഅ്മിനിന് പ്രയാസം വരുമ്പോ അത് വലിയ വിഷയമായി കണ്ട നേതാവാണ്. എന്നിട്ടോ ആ പ്രയാസങ്ങൾ നീങ്ങിയിട്ട് ആ മനുഷ്യക്ക് നല്ല സുഖങ്ങൾ വന്നെങ്കിൽ അത് ഇനിയും യാറാവട്ട് ചെന്ന് കൊതിക്കട നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടാണ് പരിശുദ്ധമായ ഖുർആൻ മൂന്നാമത്തെ സ്വഭാവം നബിതങ്ങളെ ಬಗ್ಗೆ പരിപാടിത്തണ്ട്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സ്വന്തം പാർട്ടിയുടെ ആൽമാരിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കട മുഅ്മിനീങ്ങളില്ലേ, ആ മുഅ്മിനീങ്ങളൊട്ടിಗೆ നബിതങ്ങൾക്ക് വലിയ റഹ്ഫത്താണ്, വലിയ കാരുണ്യവും ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമീപിക്കട ആരെയാണ്? നമുക്കൊരു കഷ്ടം പറയുമ്പോ ഞങ്ങളെ കഷ്ടം കേട്ട് നിൽക്കട ആളൊട്ടികല്ലേ ഞങ്ങൾ സമീപിക്കടേ. ഞങ്ങളെ കഷ്ടത്തിക്ക് കാതു കൊടുക്കടെ ആൽമാരൊട്ടികല്ലേ ഞങ്ങൾ സമീപിക്കടേ. ഞങ്ങളെ കഷ്ടത്തിന് മേല് കാരുണ്യം കാട്ട ആൽമാരൊട്ടികല്ലേ സമീപിക്കടേ. എങ്കിൽ ഈ ലോകത്ത് ഏറ്റവും വലിയ റഹ്ഫത്തും റഹ്മത്തും മുഅ്മിനീങ്ങളൊട്ടികുള്ള നേതാവാരാണ്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾ ചൊല്ലകുള്ള തെരുവാണ്, ഏത് പ്രയാസങ്ങൾ ചൊല്ലകുള്ള ദർബാറാണ് ആ നബിതങ്ങൾ കിടക്കിട അൽ ഹുജ്റത്തു ശരീഫ. പച്ചകുപ്പം കണ്ടപ്പ മനസ്സ് നിറയുടെ മോമിനീങ്ങയില്ലേ, അവിടെ പോയിട്ടാകുമ്പോ ലോകത്തെ എല്ലാ സമാധാനങ്ങളും മറന്നിട്ട് വലിയ സമാധാനം നിറയുടെ മോമിനീങ്ങയില്ലേ. ഈ മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും വലിയ അഭയം, ഏറ്റവും വലിയ ആശ്രയം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ദുനിയാവിലെ നബി തങ്ങളുടെ സ്വഭാവം ഇതുപോലെയാണെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, ആഖിറത്തിൽ എത്തിപ്പെടുമ്പോ ആ നബി തങ്ങളുടെ സ്വഭാവം എന്തുമാത്രം നല്ലൊരു സ്വഭാവമായിട്ടിക്കൂ. അതാണ് മഹാന്മാർ ചൊന്നേ വലസൗഫ യഅതീക റബ്ബുക ഫതർലാ. നബിയെ, നിങ്ങൾക്ക് വല്ലാത്തവർ സന്തോഷിപ്പിക്കരുത്, ഞങ്ങൾ തറകു പോണ്ട. ആ ഏറ്റവും നബി തങ്ങളെ സന്തോഷിപ്പിക്കട സാധനം ഏതാണ്? മഹാന്മാർ ചൊന്ന അറശഫാഅതു ഫിൽ ഉമ്മ. സ്വന്തം ഉമ്മത്ത് നബി തങ്ങളാക്കട ശഫാഅത്താൻ. സുബ്ഹാനല്ലാഹ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തിറങ്ങിട്ടാവുമ്പോ സഹാബത്തിനെ മുന്നിൽ വെച്ചിട്ട് ചൊല്ലൊരു പലക്കമുണ്ട്. ഇതല്ല വവാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ. ചൊല്ല ആയത്ത് നബിതങ്ങൾ ഇറങ്ങിട്ടാവുമ്പോ നബിതങ്ങളെ ചന്തു എങ്കിൽ ഓ അല്ലാഹ്, നന്റെ മനസ്സു നിറയല പടച്ച റബ്ബേ, നക്ക് സന്തോഷമുണ്ടാവല റബ്ബേ. എവിടുത്തോലോ വാഹിദുൻ മിൻ ഉമ്മതി ഫിന്നാർ. നന്റെ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മെമ്പർ നരകത്തിരിക്കുമ്പോ നന്റെ മനസ്സ് അല്ലാ തൃപ്തിയുള്ള മനസ്സാവല അല്ലാ. എങ്കിൽ ആ ഉമ്മത്തിലുള്ള ഒരു മെമ്പർ പോലും ബാക്കിയാവാണ്ട് എല്ലാവരും സ്വർഗത്ത് കടക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സമ്പൂർണം തൃപ്തിയുള്ള ആളായി തീർന്നേ. സുബ്ഹാന ജല്ല ജലാലുഹു. ഇതാണ് മഹാന്മാർ ചൊന്ന ഒന്നാം തഫ്സീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങു അതിക്കുള്ള തെറുങ്ങ ദുനിയാവിലെ ഉണ്ടാക്കുകയാണ് അല്ലാഹു തആല പഠിപ്പാട്ടി കൊടുത്തത്. അതാണ് ഇസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നബിയെ, നിങ്ങളെ ജീവിതത്തിൽ ദോഷം ബറാണ്ടിക്കുള്ളേ മരങ്ങ അല്ലാഹുട്ട കേക്കറു. ಅದರೊಟ್ಟಿಗೆ ನಿಮಿದಂಗಳೊಟ್ಟಿಗೆ ಅಲ್ಲಾಹು ಜನ್ನದು
നിങ്ങളെ മോമിനീങ്ങളായ ആണിങ്ങ മോമിനാത്തുങ്ങായ പെണ്ണിങ്ങ ആ പെണ്ണിങ്ങ എല്ലാവർക്കും പേനായിട്ട് ഇങ്ങ മാപ്പ് കേക്കുറു നബിയെ. അള്ളാഹുവാണ് നബി തങ്ങളോട്ട് ചെന്നോണ്ടുള്ളേ. മോമിനീങ്ങൾക്കും മോമിനാത്തുക്കും നിങ്ങൾ മാപ്പ് കേക്കുറു നബിയെ. ഒരാൾ ഒരു വിഷയെ ചൊന്നിട്ടാക്ക് പാട്ടുമ്പോൾ എന്തായാലും ആ വിഷയം അയാൾ സ്വീകരിക്കുന്നുണ്ടാണ് അതിലർത്ഥം. അള്ളാഹുവെ അപ്പുറത്ത് നബി തങ്ങളൊട്ടിക്ക് നിങ്ങൾ മാപ്പ് കേക്കുറു നബിയെ, നിങ്ങൾ ഉമ്മത്തുക പേനായിട്ട് നിങ്ങൾ മാപ്പ് കേക്കുറു ചൊല്ലുമ്പോൾ ആ നബി തങ്ങളെ മാപ്പ് കേക്കൽ അള്ളാഹു സ്വീകരിക്കട ചൊല്ലതാണ് അതിലർത്ഥം. ഈ ലോകത്ത് മോമിനീങ്ങൾക്ക് പേനായിട്ട് മാപ്പ് കേട്ട നബിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇണ്ടും ആ മദീനത്തെ ഹുജ്റത്തു ഷരീഫാടെ മുന്നിൽ പോകുമ്പോൾ റിയാദുൽ ജന്നത്തെ ഭാഗത്തിൽ നല്ല ഗോൾഡൻ കളറിൽ എഴുതി വെച്ചൊരു ഹദീസ് അവിടെ കണ്ട് ഷഫാഅത്തി ഷഫാഅത്തി ലിയഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. നന്റെ ഷഫാഅത്ത് ഏറ്റവും അർഹമായ ആൾമാർ നന്റെ ഉമ്മത്തിൽപ്പെട്ട് വലിയ വലിയ ദോഷാക്കിയ ആൽമാരാണ്. എന്തൊരു കാരുണ്യമുള്ള നേതാവാണ്. മുഅ്മിനീങ്ങളെ ഞാൻ കേക്കട്ട, ഞങ്ങളെ ചെറിയ മക്കയില്ലേ, ബുദ്ധി വരാത്ത മക്ക, അങ്ങൊരു ലിമിറ്റ് കഴിഞ്ഞിട്ട് കളിക്കുക നിൽക്കുമ്പോ, ഉപദ്നാക്കുക നിൽക്കുമ്പോ, സൗണ്ടാക്കുക നിൽക്കുമ്പോ, ഒരു ലിമിറ്റ് കഴിഞ്ഞ് പുൽപ്പെടുമ്പോ പലപ്പോഴും ഞങ്ങളെ ലിമിറ്റ് തപ്പിട്ട് ഞങ്ങൾ അടിച്ചു പോണ്ടുള്ളനെ. മുഅ്മിനീങ്ങളെ ചെറിയ മക്കളൊട്ടിಗೆ ഞങ്ങൾക്ക് അതേ സബർ കിട്ടലില്ല. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രയും വയസ്സായനാണ്, നിന്റെ ജീവിതത്തിൽ കുറെ ദോഷങ്ങാക്കി നടന്നനാണ്. നബിതങ്ങളെ മുട്ടം പോയിട്ട് വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ് വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നബിതങ്ങളെ മുന്നോട്ട് പോയി നന്റെ ദോഷങ്ങൾ ചൊന്നിട്ട് നബിതങ്ങളൊട്ടിക്കൊന്നു ഞാൻ പുൽപുട്ട് ദ്വാർന്നേണ്ട് കണ്ടെങ്കിൽ ആ ഹബീബായ നബിതങ്ങൾ നക്കുബേനായിട്ട് അല്ലാഹുട്ട മാപ്പ് കേക്കിട്. നബിതങ്ങളെ മാപ്പ് കേക്കലുണ്ടാ തടയപ്പെടേ ഐക്കുണ്ട അള്ളാഹു ഉത്തരം കൊടുക്കാണ്ടിക്കിടെ. പടച്ച റബ്ബി എത്രയും പെട്ടെന്ന് ആ ദ്വാത്തുക്ക് ഉത്തരം കൊടുക്കൂടാ. അതുകൊണ്ട് ഏതൊരു സ്വന്തം തടിരൊട്ടിക ക്രമമാക്കിയ മോമിനീങ്ങയില്ലേ, വലിയ വലിയ ദോഷാക്കിയ മോമിനീങ്ങയില്ലേ, അങ്ങനൊട്ടിക പരിശുദ്ധമായ ഖുർആൻ ചൊല്ല്, ഒന്ന് റസൂലുള്ളാഹിയുടെ മുന്നിലെത്തിപ്പെടറൂ, അവിടെ പോയിട്ടൊന്ന് റിക്വസ്റ്റ് ആക്കറൂ. നിങ്ങൾക്ക് പേനായി നബിതങ്ങളെങ്കാൽ മാപ്പ് കേട്ടെങ്കിൽ പടച്ചറപ്പ് നിങ്ങൾക്ക് പുറത്തു തരകു തയ്യാർ. അല്ലാഹു തആല നിങ്ങൾക്ക് കാരുണ്യം കാട്ടുകു തയ്യാർ. അല്ലാഹു ഞങ്ങളെല്ലാം ആ കൂട്ടത്തിൽ പെടുത്തിട്ട് നബിതങ്ങളെ വലിയ ശഫാഅത്ത് കിട്ടിയ മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു ഞങ്ങളെ പെടുത്തിട്ട്. മുഅ്മിനീങ്ങളെ ഈ ആയത്ത് മുഅ്മിനീങ്ങൾക്ക് വലിയ സന്തോഷം തന്റെ ആയത്താണ്. നബിതങ്ങൾക്ക് വലിയ സന്തോഷം അല്ലാഹു തആല കൊടുത്ത ആയത്താണ്. സ്വഹാബത്തും സുബ്ഹാനല്ലാഹ് ചൊന്നു പോയാർ. ഖുർആനിൽ നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷം തന്റെ ആയത്താണ്. അർജാ ആയത്തിൻ ഖൗലുഹു വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ്. നബിതങ്ങളെ ഭാഗ്യ നോക്കും, അതേ ഞങ്ങളെ സ്വന്തം തയുടെ ഭാഗ്യ നോക്കൂ. ഏറ്റവും വലിയ പ്രതീക്ഷം തന്റെ ആയത്ത് ഖുർആനിലുള്ള ആയത്ത് അത് വലസൗഫ യുഅതീക റബ്ബുക ഫതർല്ലാഹ് ചൊല്ല ആയത്താണ്. മുഅ്മിനീങ്ങളെ ഞങ്ങളെ നബിതങ്ങളെ ഉമ്മത്തായ ചൊല്ലൊരു വലിയൊരു ബഹുമാനം ഞങ്ങളെ മനസ്സിൽ വേണം. നബിതങ്ങളെ ഉമ്മത്തല്ലേ ചൊല്ല ബോധം ഞങ്ങളെ മനസ്സിൽ വരുമ്പോ ഓട്ടോമാറ്റിക്കായി നബിതങ്ങളൊട്ടിക്കുള്ള പിറുസപ്പാടും ഞങ്ങളെ കൽബിൽ കൂടറൂ. നബിതങ്ങളൊട്ടിക്കുള്ള മഹബത്ത് കൽബിൽ കൂടുമ്പോ അതനുസരിച്ച് ജീവിതം നല്ല നിക്കിട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ചും ഒരു മനുഷ്യയുടെ നല്ലാക്കട സാധനമേതാണ്? കഴിഞ്ഞുപോയ സർവമഹാന്മാർ ചെന്നില്ലേ,
ഞങ്ങളെ ഇണ്ട് നിയന്ത്രിക്കുന്നതും ഞങ്ങളെ സംസ്കരിപ്പിക്കുന്നതും ഞങ്ങളെ നല്ലാക്കി തണ്ട ഏറ്റവും വലിയ മാധ്യമം അത് അസ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ മേലുള്ള സ്വലാത്താണ് മോമിനീങ്ങളെ. നബിതങ്ങളൊട്ടുള്ള മഹബത്ത് കൽബിൽ ബന്ധുണ്ട് കണ്ടെങ്കിൽ പിന്നെ ഏതാ ജീവിതം നല്ലാവുക തുടങ്ങിട്. നബിതങ്ങളെ ഓർക്കുട കാലം യാറാവുമ്പോ ജീവിതത്തിൽ തപ്പങ്ങ് കുറയുക തുടങ്ങിട്. ഓ മുഅ്മിനീങ്ങളെ, അത് മുഖേനം നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് തറകു പോണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങകു അല്ലാഹു കൊടുത്ത വലിയ ആദരവാണിത്. കാരണം നബി തങ്ങൾ അത്രമാത്രം കാരുണ്യം കാട്ടിയ നേതാവാണ്. സ്വഹാബത്ത് നോക്കറു നിങ്ങ, സ്വഹാബത്തിലെ നബി തങ്ങൾ എത്രമാത്രമാണ് ആദരിച്ച് ബഹുമാനിച്ച്. ആ സ്വഹാബത്തുക്ക് സന്തോഷിക്കടത്ര മാത്രം നബി തങ്ങൾ ആദരിച്ചിട്ട് ഈ ഉമ്മത്രയും നബി തങ്ങൾ ആദരിച്ചിട്ട് നിങ്ങൾ നോക്കറു നാടാഹുറത്തിൽ എത്തിപ്പെടുമ്പോ എല്ലാ അമ്പിയാക്കന്മാർ ചൊല്ലൊരു പലക്കമുണ്ടു, നഫ്സീ നഫ്സീ. എല്ലാരും പരിഭ്രാന്തമായി നിൽക്കുമ്പോ ഓരോ കൗമുടെയും അമ്പിയ ചൊല്ല പലക്കാണ്. നന്റെ തടിയുടെ ಬಗ್ಗೆ എനക്ക് ഗ്യാരണ്ടിയില്ല, നന്റെ തടിയുടെ ജസാഗ് പ്രതിഫലമില്ലേ, അതിരെയാണ് നാണ് കാത്തോണ്ടുള്ളേ. നിങ്ങളെ ಬಗ್ಗೆ ടെൻഷനാക്കുള്ള ടൈമല്ല. സുബ്ഹാനല്ലാഹ്, ഈ ടൈമിലാണ് ലോകത്തെ നേതാവായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല ഉമ്മത്തി ഉമ്മത്തി. പടച്ചറബേ, നണ്ട പ്രതിഫലം നക്ക് നീന് കാട്ടമുന്നലും നണ്ട ഉമ്മത്തുക ആ പ്രതിഫലം നീ കൊടുക്കണു അല്ലാ. അങ്ങളെ പ്രതിഫലം നീ ഞങ്ങളെ കൈക്ക് കൊടുക്കുന്നത് കാണലാണ് നന്റെ ഏറ്റവും വലിയ സന്തോഷം. നക്കുള്ള പ്രതിഫലം നീ പടച്ചറബേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദുനിയാവിൽ എന്തായാലും നബിതങ്ങൾ സ്വാർത്ഥത കാട്ടിയില്ല. നിങ്ങൊന്ന് നോക്കൂ, എല്ലാ സ്വഹാബത്തെയും ശത്രുക്കളുമായി അതേ യുദ്ധത്തിൽ കടത്തുമ്പോ നബിതങ്ങൾ അങ്ങളെ മാത്രം കടത്തലല്ല, ആ ലൈനിൽ ഏറ്റവും മുന്നിൽ നിണ്ട് ആ വലിയ സ്വഹാബത്തിന് നേതൃത്വം വഹിക്കുന്നത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബത്ത് നബിതങ്ങളെ മുന്നിൽ വന്ന് പ്രയാസങ്ങൾ ചെന്നെങ്കിൽ ആ സ്വഹാബത്തിന്റെ പ്രയാസം ഏറ്റെടുക്കുന്ന നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ ഖതാദ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ മുന്നിൽ വന്ന് ചൊന്നില്ലേ, നബിയേ, നണ്ടബ്ബ കുറെ കടം ബാക്കി വെച്ചിട്ടാണ് മരിച്ചു പോയിടേ, അത് നണ്ട കൊണ്ട് തീർക്കുക സാധ്യമല്ല നബിയേ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. أشهد أن محمد رسول الله.
സാഡു لا حول ولا قوة إلا بالله العلي العظيم. الله أكبر الله أكبر. لا إله إلا الله. اللهم صل على سيدنا محمد. ميعاد. സ്വന്തം തടിയുടെക്കാള് ബാക്കിയുള്ള പ്രയാസം അനുഭവിക്കട ആൽമാരെ ആ പ്രയാസങ്ങൾ മനസ്സാരെ ഏറ്റെടുത്ത് പരിഹരിച്ചു കൊടുത്ത നേതാവാണ് ഖതാദ റളിയല്ലാഹു അൻഹു. ഈ സമസ്യം വന്ന് ചെന്നിട്ടാവുമ്പോ നിബിതങ്ങൾ ചൊല്ലു, നിങ്ങളെ ബാപ്പയുടെ സമ്പത്തൊന്ന് ഒരുമിച്ച് കൂട്ടറൂ. ബാപ്പുള്ള ഈത്തപ്പലം തോട്ടമില്ലേ, ആ തോട്ടത്തെ എല്ലാ ഫലങ്ങളും എടുത്ത് അതൊന്ന് നണ്ടൊട്ടികെ അതിലെ ഫലം എടുത്തിട്ട് ഇങ്ങനെ ശേഖരണയാക്കി വെച്ചിട്ട് ആ ശേഖരണയാക്കിൽ പിന്നെ നണ്ട വന്ന് വിളിക്കറൂ. ഖതാദ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ ചെന്നതുപോലെ ആക്കിത്ത് മോമിനീങ്ങളെ. അതിലെ വർഷാവുമ്പോ ഈത്തപ്പല മരത്തിലുള്ള എല്ലാ ആ ഫലങ്ങളും കൂട്ടി വെച്ചിട്ട് നബിതങ്ങളതെ വിളിച്ചിത്ത് മോമിനീങ്ങളെ. നബിതങ്ങളതെ ഖതാദ റളിയല്ലാഹു അൻഹുടെ ആ ബാപ്പയുടെ സമ്പത്തിലെ മുട്ടം വന്നിട്ട് അതിലെ മേലിങ്ങനെ കയ്യും വെച്ചിട്ട് ഖതാദ റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ചെന്നു, നിങ്ങളെ എല്ലാ കടക്കാരെയും ഒന്ന് വിളിച്ചു കൂട്ടറൂ. നിങ്ങളപ്പം കടാക്കി വെച്ച കുറെ ആൽമാരില്ലേ മോമിനീങ്ങളെ, യഥാർത്ഥത്തിൽ ആ കൂട്ടിവെച്ച ഈത്തപ്പലത്തെ റാശിയുടെ 3 ഇരട്ടിയാ 4 ഇരട്ടിയാ കൂട്ടിയെങ്കിലും കടം തീരാത്തത്ര മഹാകടമാണ് ആ അബ്ബാക്കി വെച്ച് പോയിട്ടിന്ന്. നബിതങ്ങൾ ആ കൂട്ടിയ റാശിയുടെ മേൽ കൈവച്ചിട്ട് ഖതാദ റളിയല്ലാഹു അൻഹുടെ മുന്നിൽ ചെന്നു, നിങ്ങൾ അബ്ബടെ എല്ലാ കടക്കാരെയും ഒന്ന് ബറക ചൊല്ലറൂ. എന്നിട്ട് ആ എല്ലാ കടക്കാർക്കും ഈ ഈത്തപ്പലം എത്രങ്ങളെ കടമുണ്ട് അത്തരം കൊടുത്തു നിങ്ങൾ തീർക്കറൂ. സുബ്ഹാനല്ലാഹ്. എല്ലാ കടക്കാരും വന്നവിടെ റാശി പൂനാറ്. ഖതാദ റളിയല്ലാഹു അൻഹു ആ ഈത്തപ്പലം ഓരോന്നായി ഗോണികൾ നിറച്ചു കൊടുക്കുക തുടങ്ങിയിട്ട് സുബ്ഹാന ജല്ല ജലാലുഹു. അവിടെ അതേ കടക്കാര സംഖ്യം തീന്നുപോയി ലാസ്റ്റ് ഒരു കടക്കാരനും ബാക്കിയില്ലാത്ത നിലക്കവിടായി പോയിട്ട് ആ ഈത്തപ്പലത്തെ റാശിയ അതുപോലെ പിന്നെയും ഉണ്ട്. നബിതങ്ങളെ ബറക്കത്താണ് മുഅ്മിനീങ്ങളെ. ഈ മുഖേനം ഖതാദ റളിയല്ലാഹു അൻഹുടെ കടം ആ അബ്ബടെ കടം നബിതങ്ങൾ തീർത്തു കൊടുത്തു. ഇസ്ലാമുടെ ആദ്യകാലത്ത് കടം ബാക്കി വെച്ച സ്വഹാബത്തിലെ മയ്യത്ത് നിസ്കരിക്കുക നബിതങ്ങൾ റെഡിയായിട്ടില്ലെങ്കിലും പിന്നൊരു കാലം ബന്ധു ആ കാലം വന്നപ്പോ നബിതങ്ങൾ കുത്തു ചെന്നുപോയിട്ട്, ഓ സ്വഹാബ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കടം ബാക്കി വെച്ച് മരിക്കറേണ്ടു കണ്ടെങ്കിൽ ആ കടത്തെ ഉത്തരവാദി നാണ് സ്വന്തം ആ കടം തീർക്കിട. ഇതുപോലെ സ്വന്തം ആൽമാരായി കണ്ട നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം തടിടാണ്ടിയാറ അനുയായികളെ സ്നേഹിച്ച ഉമ്മത്തിനെ സ്നേഹിച്ച നേതാവ്. ദുനിയാവിൽ മാത്രമല്ല, അത് ആഖിറത്തിലും അത് കണ്ടിന്യൂ ആവുകൊണ്ട്. അതാണ് എല്ലാ അമ്പിയാക്കന്മാരും നണ്ട ഉമ്മത്ര സവാബ് കിട്ടമുന്നൊരു നണ്ട സവാബൊന്ന് കാനട്ട് ചെന്നിട്ട് ആഗ്രഹിക്കട കാലത്താണ് നബിതങ്ങൾ ചൊല്ലേ, ഓ അല്ലാഹ്, നണ്ടത് നീ പിന്നെ കാട്ടിയെങ്കിൽ മൈ ആദ്യം നണ്ട ഉമ്മത്ര സവാബ് കണക്ക് കാണണു. അതാണ് നണ്ട ഏറ്റവും വലിയ സന്തോഷം. സയ്യിദുനാ റസൂലുള്ളാഹി
എന്നിട്ട് മഹാനായ ഇമാമുന റാസി റളിയല്ലാഹു അൻഹു ആയത്തും വിശദീകരിച്ചു ചൊല്ലു. എന്തുകൊണ്ടാണ് നബി തങ്ങൾക്ക് ഇത്രയും വലിയ സ്ഥാനം അല്ലാഹു തആല കൊടുത്തേ? നബിയെ, നിങ്ങൾ അപ്പുറത്ത് കാണുന്ന കൊസിപ്പെടുത്തുക നോക്കൂടെ? ഓ നബിയെ, നിങ്ങൾ അപ്പുറത്ത് കൊസിപ്പെടുത്തുക നോക്കൂടെ? എന്തേ കാരണം? അന്നക അമൽതനീ മുആമലതൻ ഹസനാ, നണ്ടൊട്ടിയുള്ള ബന്ധം നല്ല ബന്ധമാക്കി തീർത്ത ആളാണ് നിങ്ങ. എന്തേ കാരണ? ഫഇന്നഹും ഹീന ശജ്ജൗ വജ്ഹക, നബിയെ, നിങ്ങൾക്ക് ഒരു കാലം നിനപ്പുണ്ടാ, നിങ്ങളെ നെത്തിക നൊമ്പലമാക്കിയൊരു കാലമില്ലേ നബിയെ? നിങ്ങളെ നെത്തിക കല്ലെറിഞ്ഞ് ചോരവർ പാട്ടിയ കാലമില്ലേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ഫാത്തിമത്തു സഹറാ റളിയല്ലാഹു അൻഹാ, അതേ നബി തങ്ങളെ നെത്തിക ഒരാൾ കല്ലെറിഞ്ഞിട്ടാവുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നെറ്റിയിൽ ഒലുകൂടെ ചോരം നിക്കണത് കണ്ടില്ല. ആ ചോരം നിക്കണത് കാണാണ്ടിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹാ ഔത്ര ഉൽഗം ഓടിപ്പോയി ബിരിക്കടെ പായൊന്ന് എടുത്തോ പണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ പായുടെയും കത്തുപാടിയിട്ട് ആ കത്തുപാട്ടിയ മസിയില്ലേ, ആ മസി നബിതങ്ങളെ നെത്തികൊന്നിങ്ങനെ തടകി കൊടുക്കുടൂ, ആ ഒൽകിയോണ്ടുള്ള ചോരം നിക്കിട്. ഇതുപോലെ നബിതങ്ങളെ നെത്തിയുടെ നൊമ്പലാക്കിയ ആൽമാരില്ലേ, ഈ നൊമ്പലാക്കിയ ടൈമില് പോലും അല്ലാഹുവിടെ മുന്നൊരു നബിതങ്ങളൊരു ദ്വാർന്ന ദ്വാ ഉണ്ട്. അല്ലാഹുമ്മ ഹദി ഖൗമീ ഫഇന്നഹും ലാ യഅലമൂൻ. പടച്ച റബ്ബേ, നന്റെ സമുദായത്തെ നീ നല്ലാക്കണു അല്ലാ. നക്കങ്ങ കല്ലെറിഞ്ഞോണ്ടുള്ളതും നന്റെ തമാശ വിളിച്ചോണ്ടുള്ളതും നന്റെ പരിഹാസ്യമാക്കിയോണ്ടുള്ളതും അതങ്ങുക അറിയാത്തത് കൊണ്ടാണ് അല്ലാ, വിവരമില്ലാത്തത് കൊണ്ടാണ് അല്ലാ. സ്വന്തം തടിക്ക് നബിതങ്ങളെ നമ്പലാക്കുമ്പോ നബിതങ്ങളെ ദ്വാത് പോലെയാണ് മുഅ്മിനീങ്ങളെ. ഒറ്റ ഒരാളും ശാപപ്രാർത്ഥന നബിതങ്ങൾ നടത്തിയതായി ഏത് ചരിത്രത്തിലും കാണലില്ല. മക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅന, ശാപം വൈക്കട നേതാവല്ല. സ്വന്തം തടിക്ക നബിതങ്ങളെ കൈക്ക് വല്ലാത്ത നൊമ്പലമായി പോയിട്ട് ബെരൽ ചാര പറകു തുടങ്ങിത്ത്. ആ ചാരം പണ്ടത് കണ്ട നബി അവിടെ ചെന്നൊരു പലക കൊണ്ടു. ഇന്നന്തില്ല ഇസ്ബഉന്ദമീതി വഫീ സബീലില്ലാഹി മലഖീതി. ഓ ബെരളേ, നീനൊരു ചോര പണ്ട് ബെരള് മാത്രമാണ്. നിക്ക് ചോര വന്നത് പടച്ചറപ്പുടെ തെറിനാണൊരു ഹോറാട്ടാക്കിട്ടാവുമ്പാണ്. നിന്റെ അതേ ചോരക്ക് കണക്കില്ല. ഓ ബെരളേ, നിന്റെ നാണ് നെവർ മൈൻഡാക്കിട ബെരളേ. ലോകത്ത് എല്ലാ പ്രയാസം അനുഭവിച്ച നേതാവാണ്. നിങ്ങൾ നോക്കറൂ, ശഅബ് അബീ ത്വാലിബിൽ നബി തങ്ങൾ അനുഭവിച്ച പ്രയാസം എത്ര? 3 തിങ്കൾ, അതെ 3 വർഷം ഇല മാത്രം തിണ്ട് ജീവിക്കുന്ന അവസ്ഥ അനുഭവിച്ചില്ലേ നബിതങ്ങൾ? ഒരു ശത്രുടെ എതിരെയും നബിതങ്ങൾ പ്രാർത്ഥിച്ചില്ലല്ലേ? ഒരാളും ശാപപ്രാർത്ഥന നടത്തിയില്ലല്ലേ? അരി കിട്ടാത്ത നാലുങ്ങ, ഗോധി കിട്ടാത്ത നാലുങ്ങ, മുന്തിരി കിട്ടാത്ത നാലുങ്ങ, ഈത്തപ്പലം കിട്ടാത്ത നാലുങ്ങ. 3 വർഷം ശുഅബ് അബീ ത്വാലിബിൽ നബിതങ്ങളും സ്വഹാബത്തും കൂടി പച്ച ഇല തിണ്ട് ജീവിച്ചില്ലേ? ഈ ഇലയുടെ ചവറ് നാവൽ പിടിച്ചിട്ട് നബിതങ്ങളതേ ഒരു 4 സ്വഹാബത്രം ഒന്നൊരു ചൊന്നുപോയിട്ട്, ഓ സ്വഹാബ, നാവിടെ ടേസ്റ്റ് മറകിട്ടി പോയിടു സ്വഹാബ. ഞങ്ങ യൂസാക്കിടെ തന്നിടെ തോൽപാത്ര ഇല്ലേ, ആ തോലൊന്ന് വെച്ച് തന്നിക്ക് മുക്കിട്ടൊന്ന് തൊറൂ. ആ തോളിന്റെ മരമെങ്കിലും നാവുകൊന്ന് രുചിക്കു സാധിക്കട്ടെ.
ഇതുപോലെ പ്രയാസകം പടച്ച റബ്ബ് നമുക്ക് തന്നില്ല. അത് നബിതങ്ങളെ ദുആണ്, നബിതങ്ങളെ ബറക്കത്താണ്. ദുനിയാവിൽ വലിയ കാരുണ്യം കാട്ടിയ നേതാവ് സ്വന്തത്തുക പണ്ട് പ്രയാസമെല്ലാം കണക്കിലെടുക്കാത്ത നേതാവ് ദുആർന്ന ദുആണ്. അല്ലാഹുമ്മ ഹദി ഖൗമി, നണ്ട കൗമുടൊന്നു നീ നല്ലാക്കി തരണു അല്ലാഹ്. ഫഇന്നഹും ലാ യഅലമൂൻ, നണ്ട നെത്തികങ്ങ കല്ലെറിഞ്ഞിട്ടിന്നെങ്കിലും, നണ്ട കാലുകങ്ങ കല്ലെറിഞ്ഞിട്ടിന്നെങ്കിലും, നണ്ട ബെറലങ്ങ ചോരവർ പാടിട്ടിന്നെങ്കിലും, ഓ അല്ലാ കരുതി കൂട്ടി ആക്കിയങ്ങ അല്ലാങ്ങ. ത്വായിഫുടെ മണ്ണിൽ എത്തിപ്പെടുമ്പോ ചില പോക്രിമാരെ ഗുണ്ടാമാരെ പൊട്ടില്ലേ ആൽമാർ, ആ പോക്രിമക്കങ്ങ നബിതങ്ങോ കല്ലെറിഞ്ഞില്ലേ, മയിലുകെട്ടല നബിതങ്ങളോട് പാട്ടിയില്ലേ. ഇണ്ടും ത്വായിഫുടെ മണ്ണ് എത്തിപ്പെടുമ്പോ അവിടെ സുബ്ഹാനല്ലാഹ് വലിയൊരു ബണ്ട് കല്ലുടെ മേൽ ഒരു ഉരുളി പൂളകു ബണ്ടൊരു കല്ലിങ്ങനെ കാണുക സാധിക്കട്. ആ കല്ലവിടെ മേനുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. പണ്ടതേ പല പോക്രിമാരും ആ കല്ല് മേളിൽ കീറി കിട്ടിട്ട് നബിതങ്ങളെ കൊല്ല പ്രയത്നം നടത്തിയപ്പ അത് തടഞ്ഞ ആളാണ്. ഇണ്ടും അതൊരടയാളം ത്വായിഫുടെ മണ്ണിൽ കണ്ടില്ലേ. ഇണ്ടും ആ സൗദി അറേബ്യയിൽ ഏറ്റവും വലിയ ഉച്ചാസ്പത്രി ഉള്ള റായമല്ലേ ത്വായിഫ്. ഇണ്ടും അവിടെ ജനിക്കട ഓരോ മക്കൾക്കും പിറാന്തല്ലേ. ഓ മുഅ്മിനീങ്ങളെ, ആരെ കാലുകാണ് കല്ലെറിഞ്ഞത്, ആരെ കാലിന്റെ ചോരയാണ് വെറുപ്പാട്ടിരെ, ആരെയാണ് ആ മണ്ണിൽ ഓടുപാട്ടിടെ. ഈ ലോകത്തിൽ ആ മണ്ണ്, ആ കാല് തട്ടിയ ആ മണ്ണുങ്ങയില്ലേ, പൊയ്യങ്ങയില്ലേ, ആ പൊയ്യങ്ങളെ ഓരോ കണവും ഉടവുള്ള വലിയ വലിയ സരോവരങ്ങളില്ലേ, വലിയ വലിയ സമുദ്രങ്ങളില്ലേ. ആ സമുദ്രത്തിൽ കോടാനുകോടി വർഷം നനച്ചിട്ടിട്ട് ആ തന്നിടെ മഹത്വം, അതേ ആ ഒരു തന്നിടെ ഒരംശത്തെ മഹത്വം ഞങ്ങൾക്ക് കിട്ടുക. കാരണം ആ കാലം മിഅ്റാജിക്ക് പോയ കാലാണ്. ആ കാല നബിതങ്ങളെ അതേ അല്ലാഹുടെ കണ്ട് കാലാണ്. ജിബ്രീൽ അലൈഹിസ്സലാമുടെ എത്രമാ വർഷം മുന്നലേ അല്ലാഹു ഉണ്ടാക്കി വെച്ച നൂറാണ് നൂറ് മുഹമ്മദിയ, നൂറ് അഹ്മദിയ പ്രകാശം. ആ പ്രകാശം കൊണ്ടാണ് ഈ ലോകത്തെ ഉത്ഭവം. ലൗലാക ലമാ ഖലഖതുൽ അഫ്ലാക്. നബിയെ, നിങ്ങൾ ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള ഒരു ഗോലത്തു കുമ്പലയില്ല നബിയെ. ഈ ഗോളങ്ങളെല്ലാം പടച്ചിര നിങ്ങളെ ഒരു കാരണം കൊണ്ട് മാത്രമാണ്. എല്ലാ സൃഷ്ടിയുടെയും കാരണം സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി തങ്ങൾ ഇത്രയും വലിയ സ്ഥാനം കിട്ടുള്ള കാരണം പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ പ്രാമുഖ്യത കൊടുത്തു, പടച്ച റബ്ബുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ബഹുമാനം കൊടുത്തു. സ്വന്തം തടിയുടെ കണക്കിലെടുത്തില്ല. അതേ ടൈമുല وحين شغلوك يوم الخندق عن الصلاة. നബിയേ, ഖന്തക്കിടെ നാളുണ്ട്. ആ ശത്രുങ്ങ നിങ്ങളെ നിസ്കാരം ഖളാക്കിയില്ലേ. അസർ നിസ്കാരത്തെ ടൈം കഴിഞ്ഞ് മഗ്രിബിടെ നേരമായി പോയില്ലേ. ആ നേരമായി പോകുമ്പോ നബിതങ്ങളെ തടിക്കൊന്നുമായിട്ടില്ല മുഅ്മിനീങ്ങളെ. അസർ നിസ്കാരത്തെ ടൈം ഒന്ന് പാസ്സായി പോയി ചൊല്ലതിന്റെ പേരിൽ നബിതങ്ങൾ വല്ലാത്ത ബേജാറായി പോയിട്ട്. ഈ ബേജാറ് പണ്ട് കാലത്ത് ആസുവിന് വായര് ചൊല്ല മനുഷ്യരൊട്ടികയും നബിതങ്ങുകായിട്. നബിതങ്ങൾ നിസ്കരിക്കുന്ന ടൈമൊരു അതേ ചത്തുപോയ ഒണ്ടടക്കറിലിങ്ങ നബിതങ്ങളെ മുമ്പാകത്തുൽക്ക വന്നിട്ടിട്ടാറ്. നബിതങ്ങളെ മേലുകല്ലാതിട്ടേ, നബിതങ്ങളെ മുന്നൊലാണിട്ടേ. ചീനിനാറ് ആ കറിലിങ്ങ നബിതങ്ങളെ മുന്നൊലിട്ടിട്ടാവുമ്പോ നിസ്കാരത്തെ മുന്നൊലതേ മനങ്ങൈക്കു തീരല്ലേ, നജസിങ്ങൈക്കു തീരല്ലേ. നബിതങ്ങൾക്ക് വല്ലാത്ത ബേജാറായി പോയിട്ട് സ്വന്തം തടിയുടെ നാത്താക്കുക
ಬಂದು ಬೇಜಾರಲ್ಲ, സ്വന്തം തലയുടെ ഉപ്പത്തിനാക്കുക ಬಂದು ಬೇಜಾರല്ല, നിസ്കാരത്തിലുള്ള ഭക്തി കുറച്ചാറല്ലേ, നിസ്കാരത്തിന് തടസ്സമുണ്ടാക്കിയാറല്ലേ, ചൊല്ലെ ബേജാറാണ്. ആ ബേജാറിലാണ് ആസുവിന് വായില്ലെതിരെ നബിതങ്ങൾ പ്രാർത്ഥിക്കടേ. അതേപോലെ ഖന്തഖുടെ നാൾ രണ്ടും നബിതങ്ങൾ അതേ മനസ്സ് പൊട്ടിയ നാലാണ്. സ്വന്തം തടിക്കെന്തുമായിട്ടില്ല, പക്ഷേ നിസ്കാരത്തതിരെ ടൈം തപ്പിപ്പോയിത്ത്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബിതങ്ങൾ മരിക്കണ സമയം പോലും ഈ ഉമ്മത്തിനൊട്ടിಗೆ വസിയത്താക്കി ഏറ്റവും വലിയ വസിയത്താണ് അസ്വലാ അസ്വലാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുടെ സുബ്ഹി നിസ്കാരത്തെ ടൈം ഒരു ബാക്കിൽ വന്ന്, ഓ മുഅ്മിനീങ്ങളെ, സബ്ബള്ള് വന്ന് ആമുദുക്ക് കുത്തിയില്ലേ, ആമുദുരെ ബാക്കിൽ അതേ ചാരങ്ങ പമ്പ് പോലെ പമ്പിൽ പോണ്ടതുപോലെ പോകു തുടങ്ങില്ലേ. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ വന്നിട്ട് ഒരാൾ ചെന്നില്ലോ, ഉമരേ, ളുഹുർ നിസ്കാരത്തെ ടൈമായിത്തു ഉമരേ. അവിടെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് ചൊല്ലോ, സ്വഹാബ, നിസ്കാരത്താണ്ടി വലിയൊരു ഭാഗ്യവും വലിയൊരു അവകാശവും അവസരവും ഈ ലോകത്ത് ഏത് ഇബാദത്ത് കാണുള്ളേ. നണ്ട് നിങ്ങ നോക്കുക, നിക്കണ്ട, നിസ്കരിക്കുക പോറൂ. അസ്സലാ, നിസ്കാരത്തുക വല്ലാത്ത മഹത്വം കൊടുത്ത നേതാക്കന്മാർ സർവ്വ സാലിഹീങ്ങളും അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു നിസ്കാരത്തൊട്ടിയുള്ള ടേസ്റ്റ് അനുഭവിച്ച് ലാസ്റ്റ് ജാവ് നേരത്ത് ഉറങ്ങലില്ല. ഒരു നാല് അബൂ ഹനീഫ ഇമാമ ഫാത്തായിട്ടാവുമ്പോ നരക്കരുടെ ഔത്തുള്ള ഒരു ചെറുക്ക കേട്ടുപോയ അബ്ബടൊട്ടിയോ, അബ്ബാ, അപ്പുറത്തൗത്തുള്ളൊരു പില്ലർ, എല്ലാ നാളും കണ്ട പില്ലർ ഉണ്ട്, കാണലില്ലല്ലേ. ആ അബ്ബ ചൊന്തു, മോനെ, അത് പില്ലറല്ല, ആ ഔത്തിൽ നിന്ന് വലിയൊരു മഹാനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ്. ജാവുകു ഔത്തർ മേലെ നിണ്ട് നിസ്കരിച്ചോണ്ടിന്ന നേതാവ്, ആ നിസ്കാരത്തിൽ ഖത്മങ്ങ് തീർത്തോണ്ടിന്ന മഹാൻ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. നിസ്കാരത്തുക വല്ലാത്ത മഹത്വമാണ്. കാരണം ഈ ലോകത്ത് അല്ലാഹുടെ നേരെ കാണുക സാധിച്ച നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ നബി തങ്ങൾ അങ്ങനെ സീത കാലി കയ്യിലല്ല വന്നരെ. മഹാന്മാർ കേട്ടില്ലേ, അള്ളാഹുടെ കാണ്ട ചൊല്ലത് ചെറിയ വിഷയമാ, അത് കണ്ടെങ്കിൽ അതിരത്രാണ്ടി അപ്പുറം സുഖമില്ലാണ്ടാണ്. അതിരാണ്ടി അപ്പുറം സുഖമില്ല. ഒരു സ്വർഗത്തെ അവസാനത്തെ സുഖം ടേസ്റ്റ് എന്തിരണ്ട് കേട്ടെങ്കിൽ അള്ളാഹുടെ കാണ്ട സുഖമാണ്. ആ സുഖവും വിട്ടിട്ടാണ് നബി തങ്ങൾ ഈ ദുനിയാവുക പണ്ടേ കണക്ക് പ്രകാരം പറകു തീരന്ത്. അവിടെയാണ് നബി തങ്ങൾ ചൊല്ലേ, അത് നന്റെ ഉമ്മത്തിരൊട്ടിക്കുള്ള മഹബത്ത് കാരണം കൊണ്ടാണ് നാം തിരിച്ചു വന്നേ. അവിടെ മേനക്ക് നിക്കന്ത് ഒരു വേള നിണ്ടെങ്കില ഈ ലോകത്ത് നിസ്കാരം പടിപ്പാട്ട് ഒരു നേതാവ് അവിടെ ഇല്ല. അതുപോലെ ശുദ്ധമായി ജീവിച്ച ഒരു നേതാവ് അവിടെ ഇല്ല. ഉമ്മത്തിരൊട്ടിക്കുള്ള വല്ലാത്ത മഹബത്ത് കൊണ്ട് നിസ്കാരത്തെയും ഗിഫ്റ്റായിട്ടാണ് ഉമ്മത്രമൊന്നൊരു നിബിധങ്ങൾ പിടിച്ചോണ്ട് പണ്ടേ. ആ നിസ്കാരം മുഅ്മിനീങ്ങളെ, മിഅ്റാജുൽ മുഅ്മിനി അസ്വലാഹ്. നിബിധങ്ങളെ മിഅ്റാജ്, നേരെ അള്ളാഹുടെ കാണ്ട മിഅ്റാജ് ഉണ്ടായെങ്കിൽ ഇവിടെ ഉള്ള സർവ്വ മുഅ്മിന്റെയും മിഅ്റാജ് അത് നിസ്കരിക്കുന്നതാണ് മുഅ്മിനീങ്ങൾ. ആ നിസ്കാരത്തിലാണ് എല്ലാം ഉള്ളത്. അതിലൊരു ഭക്തിയും അതിലൊരു ശുദ്ധിയും ഒരു മനുഷ്യക്ക് പണ്ട് കണ്ടെങ്കിൽ ലോകത്തിൽ തപ്പുങ്ങാക്കാണ്ട് ജീവിക്കുള്ള സാഹചര്യം ജീവിതം അല്ലാഹു നമുക്ക് തണ്ട. അശ്ലീലങ്ങം വേണ്ടാത്തതും ജീവിതത്തിൽ ഇല്ലാണ്ടാവുള്ള ഏറ്റവും നല്ല മാർഗമാണ് അസ്വലാ, നിസ്കാരം. വല്ലാത്ത സാധനമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊന്നില്ലേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നക്കെന്തെങ്കിലും മനസ്സ് ബേജാരങ്ങം ടെൻഷനങ്ങം വരുമ്പോ നാണ് നേരെ എത്തിപ്പെടുന്നത് നന്റെ മനസ്സറയും നന്റെ കണ്ണിടയും ഏറ്റവും വലിയ സന്തോഷം നിസ്കാരമാണ്. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ വെറും ഒരു ഫർള് നിസ്കാരം മാത്രം സീമിതമാക്കാണ്ട് ജീവിതത്തിൽ സുന്നത്ത് നിസ്കാരം ധാരാളം പ്രാവർത്തികമാക്കുള്ള പ്രയത്നം നടത്തണം. കാരണം ഫർള് അല്ലാഹുടെ ഭാഗത്തിൽ നിന്നാണ്, സുന്നത്തോ നബിതങ്ങളുടെ ഭാഗത്തിൽ നിന്നാണ്.
ഓരോ സുന്നത്ത് നിസ്കാരത്തും വല്ലാത്ത മഹത്വമാണ്. അതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ ചൊന്നതാണ്. ആ നിസ്കാരമെല്ലാം വലിയ മഹബത്തിലും ഭക്തിയിലും നിസ്കരിക്കണം. എങ്കിലേ നബിതങ്ങൾ ഇട്ടുള്ള മഹബത്തും യാറാവിടെ നക്ക് മഹബത്ത് കിട്ടണോ 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 ചൊന്നിട്ട് ആഗ്രഹിക്കട ബദലുക ആ ആഗ്രഹത്തോടെ നബിതങ്ങളെ സുന്നത്തിനെല്ലാം ഇഷ്ടത്തോടെ എടുക്കുള്ള പ്രയത്നം നടത്തണോ. കാരണം മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു ചൊന്നില്ലേ, നബിതങ്ങളെ മഹബത്ത് കിട്ടുകയും ആ നബിതങ്ങളെ മഹബത്ത് കരസ്ഥമാക്കുകയുമുള്ള ഏറ്റവും നല്ല തെരുവാണ് നബിതങ്ങളെ സുന്നത്തിലെ ഇഷ്ടം വയ്ക്കിടതും ആക്കിടതും. ആ സുന്നത്തിന് എടുക്കിടത് മാത്രമല്ല, അതിലൊട്ടിക്ക് നല്ല താല്പര്യവും ഇഷ്ടവും ഞങ്ങൾക്ക് വേണം. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് നല്ല ഉന്മേഷം നീ തരണു അല്ലാ. നബിതങ്ങളെ സുന്നത്തിന് എടുക്കുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണു അല്ലാ. പ്രത്യേകിച്ചും സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം നിസ്കരിക്കുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ തരണു അല്ലാ. അങ്ങനെ ഖന്തക്കിടെ നാളിന്റെ നബിതങ്ങളെ നിസ്കാരം ഖദായി പോയിട്ട്, അസർ നിസ്കാരം അതിലെ ടൈം പാസ്സായി പോയിട്ട്. ആരെ കാരണം കൊണ്ടാണ് ടൈം പാസ്സായി പോയേ? ഈ എതിരിൽ നിൽക്കുന്ന ശത്രുക്കളെ കാരണം കൊണ്ടാണ്. ഖന്തക്കത് മഹാ ഒരു പ്രയാസത്തെ യുദ്ധമാണ്. അപ്പുറത്തെ ആൽമാർ ബറാണ്ടിക്കൂ, സ്വഹാബത്തിലെ കൂട്ടത്തിൽപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, പേർഷ്യൻ ആളാണ് അയാൾ. അയാളെ റായത്തിലുള്ള യുദ്ധതന്ത്രമാണ് ഇവിടെ അയാൾ പരിപാടിക്കൊടുത്ത്. ചെറിയൊരു ശിഷ്യൻ ഈ ഒരു തന്ത്രം ചെന്നിട്ടാകുമ്പോൾ നബിതങ്ങൾ സ്വീകരിച്ചത്. ലോകത്തിൽ ഏത് കാര്യത്തിലും ബറക്കത്തുണ്ടാവുന്നത് കൂടി ആലോചനയാക്കി എടുക്കുന്ന തീരുമാനത്തിലാണ്. എത്ര വലിയ ആളായെങ്കിലും എത്ര ചെറിയ ആളായെങ്കിലും ചിലപ്പോൾ ചില ആൽമാർ ചൊല്ല അഭിപ്രായങ്ങൾ അത് നല്ല സൂട്ടബിൾ അഭിപ്രായമായിട്ടിക്കണം. അത് സ്വീകരിക്കുള്ള മനസ്സ് കാട്ടണം. അത് ചൊന്നത് ശരിയവനല്ലേ എന്ന് നോക്കേണ്ടതല്ല. ചൊന്നത് എത്ര ചെറിയവനായെങ്കിലും ആ ചൊന്നതിൽ കാര്യമുണ്ടാ ചെന്നിട്ട് ആലോചിക്കണം. എങ്കിൽ ആ അഭിപ്രായം സ്വീകരിക്കുള്ള പ്രയത്നം നടത്തണം. എവിടുത്തോലും ഉഹദ് യുദ്ധത്തിൽ സുബ്ഹാനല്ലാഹ് കൊറിയ ആൽമാരെ നബിതങ്ങൾ അവിടെ നിപ്പാട്ടിട്ടാവുമ്പോൾ യുദ്ധമെല്ലാം തീർന്നിട്ടാണ് ആ സ്വഹാബത്ത് തപ്പ് പേർച്ചിട്ട് വന്നാറ്. വന്നിട്ടാകുമ്പോൾ യുദ്ധം ബദൽ രണ്ടാമത്തെ തുടങ്ങിയിട്ട് കുറേ സ്വഹാബത്ത് മരിക്കുള്ള കാരണമായി പോയിട്ട്. പിന്നെ ആ സ്വഹാബത്തിൻ്റെ നബിതങ്ങൾ മുണ്ടാണ്ട് തെച്ചിത്ത ഇല്ല. നബിതങ്ങൾ എല്ലാവരുടെയും മുണ്ടിത്ത് മാത്രമല്ല, ഖുർആന്റെ ഓർഡർ ബന്ത് അത്തരത്തിലുള്ള സ്വഹാബത്തിട്ടും നബിയെ ഇനിയുള്ള എല്ലാ കാര്യത്തിലും നിങ്ങൾ മുഷാവറ നടത്തണം, മീറ്റിംഗ് നടത്തണം, സമാലോചന നടത്തണം. ഞങ്ങളെ ദൂരം ബേക്ക് കുത്തീറ. ഈ ലോകത്തിൽ എല്ലാ മോമിനിക്കും നല്ലൊരു വാല്യൂ ഉണ്ട്. ഏതൊരാളും നല്ല അഭിപ്രായമിക്കുള്ള സാധ്യതയുണ്ട്. സൽമാനുൽ ഫാരിസി ചെന്നത് പ്രകാരമാണ് വലിയൊരു കന്തക്കം അവിടെ ഉണ്ടാക്കണേ. വലിയൊരു കന്തക്കം അങ്ങളിടലും ഇങ്ങളിടലും. അത് ആ യുദ്ധം വിജയിച്ചു പോയിട്ട് ശത്രു ഒന്നും ആക്കുകയില്ല. അള്ളാഹുടെ റസൂലുക്ക് വലിയൊരു സഹായം കിട്ടിപ്പോയിട്ട്. അങ്ങനെ ഈ യുദ്ധത്തിനാലാണ് നബിതങ്ങളെ അസർ നിസ്കാരത്തെ ടൈം പാസ് അവിടെ. ഇത് വല്ലാണ്ട് നബിതങ്ങൾക്ക് ബേജാറായി പോയിട്ട് അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശത്രുക്കളെതിരെ ദ്വാർക്കിടുക. അല്ലാഹുമ്മ അംലഅ ബുതൂനഹും നാറാ, അല്ലാഹുമ്മ അംലഅ ബുതൂനഹും നാറാ. അങ്ങളെ ബയറുകളെ നീ തീ കൊണ്ട് നിറക്കണു അല്ലാ. തീ കൊണ്ട് അങ്ങളെ ബയറുകൾ നീ നിറക്കണു പടച്ച റബ്ബേ. ഈ ദുആ വല്ലാത്ത ദുആണ്. ഈ ദുആ കാരണം കൊണ്ട് ആ എല്ലാ ശത്രുങ്ങം കാഫിരിങ്ങായിട്ട് മരിക്കുന്ന ഒരവസ്ഥ വന്നു പോയിട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. റസൂലുള്ളാഹിയുടെ പൊറുത്തക്കേടും നബിതങ്ങൾ ഇത്തരത്തിലുള്ള ദുആവും കിട്ടുന്നത് തൊട്ട് അല്ലാഹു ഞങ്ങളെ കാക്കട്ടെ. ഞങ്ങൾ വല്ലാണ്ട് ജാഗ്രത ആക്കണം മുഅ്മിനീങ്ങളെ. ഞങ്ങൾ ഏത് നിമിഷവും നോക്കി നടക്കുന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങു ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അവിടുത്തെ ഉമ്മത്ത് കർമ്മം പോലെ നിസ്കരിക്കുന്നതാണ്. അത് വല്ലാത്ത സന്തോഷം. നബിതങ്ങൾക്കും സ്വന്തം ജീവിതത്തിൽ സന്തോഷമാണ്, ബാക്കിയുള്ള ഉമ്മത്തും അത് നടത്തുമ്പോൾ വല്ലാത്ത സന്തോഷമാണ് നബിതങ്ങൾക്ക്. അതുകൊണ്ടാണ് നിസ്കാരത്തിലുള്ള അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു അവിടെ നബിതങ്ങളെ ഓർക്കണം. എന്തേ? ആ നിസ്കാരമാണ് നബിതങ്ങൾക്ക് ഏറ്റവും സന്തോഷം. ഞങ്ങൾ എടുക്കുന്ന ഇബാദത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷം കിട്ടുന്ന ഇബാദത്താണ് നബിതങ്ങൾക്കും ഞങ്ങൾ നിസ്കരിക്കുന്ന നിസ്കാരം. എന്തേ? നബിതങ്ങൾക്കും അത് സ്വന്തം ഇഷ്ടമാണ്. ആണല്ലേ? നാളെ ഒത്തുൽ ഒരാൾ നല്ല ധാരവാട പേട ഇഷ്ടമുണ്ടായെങ്കിൽ ഞങ്ങൾ അയാൾക്ക് എന്താക്കട അതേ പേടൊക്കെ വന്നിട്ട് കൊടുക്കട. വേറെ സ്വീറ്റ്സ് ഒന്നും വന്നിട്ട് കൊടുക്കില്ല. അയാൾക്ക് അത് ഇഷ്ടമല്ല, അപ്പോൾ അതേ എടുത്തിട്ട് നമുക്ക് വന്ന് കൊടുക്കട.
പിരിന്തറായിട്ട് പോകുമ്പോൾ അല്ലാണ്ട് പോകുമ്പോൾ. നബിതങ്ങൾ ഏറ്റവും ഇഷ്ടം നിസ്കാരമാണ്. ആ നിസ്കാരം കൃത്യമായ ഒരു മോമിനായ മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ നബിതങ്ങൾ വല്ലാത്ത സന്തോഷമാണ്. അള്ളാഹു താല നല്ല നിലയ്ക്ക് നിസ്കരിക്കുള്ള ഭാഗ്യം തരട്ടെ. അവിടെ നബിതങ്ങളെ ഓർക്കണം. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, നബിയേ നിങ്ങൾക്കാണ് സലാം. എത്ര സ്വാലിഹീങ്ങാണ് കഴിഞ്ഞു പോയിടെ. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ചൊല്ലുമ്പോൾ പല മഹാന്മാരും അത് 2-3 പാട്ട ചൊല്ലലുണ്ടു. എന്തിനാണ് നബിതങ്ങളെ മനസ്സിലിങ്ങനെ ഹാദിറാക്കിടതാണ്. നബിതങ്ങളെ സലാം തിരിച്ചു കിട്ടിയ മഹാന്മാരെത്തര. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു ചൊല്ലുമ്പോ മദീനത്തിൽ കിടക്കട നബിതങ്ങൾ തിരിച്ച് ആ മഹാന്മാർക്ക് വഅലൈക്കുമുസ്സലാം ചൊല്ലലുണ്ട്. മുഅ്മിനീങ്ങളെ, അത്രമാത്രം പെർഫെക്റ്റായി നിസ്കരിച്ച മഹാന്മാരുള്ളാർ ഞങ്ങളെ ചുറ്റുഭാഗത്ത്. അങ്ങനത്തെ കുറെ മഹാന്മാരുള്ളാർ. അറിഞ്ഞു പോയാറ്, അറിയാത്തവങ്ങ അറിഞ്ഞില്ല. നബിതങ്ങളെ ഓർക്കുള്ള ഏറ്റവും നല്ല ജാഗമാണത്. നല്ല ഭക്തിയിൽ നിസ്കരിക്കുള്ള പ്രയത്നം നടത്തുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിസ്കാരം നബിതങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള സംഗതിയാണ്. അതിൽ വട്രാസിയാക്കുമ്പോൾ നബിതങ്ങൾക്ക് വല്ലാത്ത ബേജാറാണ്. ആ നബിതങ്ങളെ ബേജാറ് ഒരു കാലത്തും അല്ലാഹു ഞങ്ങളെ കാരണമാക്കേണ്ടിക്കട്ട്. ആ ഖന്ദഖ് നാളുണ്ട് ശത്രുക്കളെ എതിരെ നബിതങ്ങൾ ദുആർന്നു പോയിട്ട്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ കാരുണ്യമുള്ള നേതാവ്, ഒരാളും ശപിക്കാത്ത നേതാവ്, അള്ളാഹുടെ വിഷയം പറയുമ്പോ അവിടെ ഒരാളും മാപ്പില്ല. സ്വന്തം തടിക്കെത്ര നമ്പലാക്കിട്ടെന്നെങ്കിലും മാപ്പാണ്. അള്ളാഹുടെ വിഷയത്തിൽ ഒരാളും മാപ്പില്ല. അതുകൊണ്ടാണ് അള്ളാഹു ചൊല്ല ഫതഹമ്മൽത ശജ്ജതൽ ഹാസിലത ഫീ വജ്ഹി ജസദിക. ഓ നബിയേ, നിങ്ങളെ തടിയിലുള്ള മുഖത്തെ ഭാഗത്ത് അതേ ഒരു വല്ലാത്ത നമ്പലായിട്ടാവുമ്പോ നിങ്ങത് സഹിച്ചാർ. വമാ തഹമ്മൽത ശജ്ജതൽ ഹാസിലത ഫീ വജ്ഹി ദീനിക. അതേ ടൈമൊരു ഈ പരിശുദ്ധമായ ദീന്റെ മുഖമല്ലേ നിസ്കാരം. ആ നിസ്കാരത്ത് ഇടങ്ങറായിട്ടാവുമ്പോ തങ്ങളതിൽ സഹിച്ചില്ല. ഓ മുഅ്മിനീങ്ങളെ, ഇവിടെ അള്ളാഹു ചൊല്ലൊരു ഭാഷയാണിത്. ഫറജഹ്ത ഹഖീ അലാ ഹഖിക. നബിയേ, നണ്ട ഹക്കങ്ങ നിങ്ങ വലിയ മുൻതൂക്കം നൽകിയാറ്. നിങ്ങൾക്കുള്ള ഹക്ക് ഡാണ്ടിയാറ്. നണ്ട ഹക്ക് വലിയ ബലം നിങ്ങ വെച്ചാറ്, പ്രാധാന്യം തന്നാറ്. അതുകൊണ്ട് ബല സൗഫ യുഅ്തീക റബ്ബുക ഫതർലാ. തങ്ങൾ തൃപ്തിപ്പെടുത്ര തങ്ങ തറകു പോകണ്ട നബിയേ. അത് തന്നെങ്കിൽ തങ്ങളെ മനസ്സ് നിറഞ്ഞു പോണ്ട് നബിയേ. ഇതുപോലെ ഭാഗ്യം കിട്ടിയ നേതാവാരാണ്? മുഅ്മിനീങ്ങളെ, എൻ്റെ പ്രസംഗം നാ നീട്ടില്ല, നാണ് ചുരുക്കിയോണ്ട് പണ്ട് ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉസ്താദ് ഈ മജ്ലിസ് ഇൻഷാ അല്ലാഹ് എത്രയും നിമിഷത്തോൾക്കായിട്ട് എത്തുക പോണ്ടു. അല്ലാഹു തആല തങ്ങൾക്ക് ആഫിയത്ത് നൽകട്ടെ. ദീർഘകാലം ഈ മജ്ലിസ് നടത്തുള്ള ഭാഗ്യം അല്ലാഹു അയാൾക്ക് കൊടുക്കട്ടെ. മുഅ്മിനീങ്ങളെ, അതുകൊണ്ടാണ് അല്ലാഹു തആല നബിതങ്ങളൊട്ടിക്ക് ചൊല്ല് മൻ തറക الصلاة സിനീനാ ഔ ഹബസ ഗൈറഹു അനി الصلاة സിനീനാ ലാ ഉകഫിറുഹു യാ റസൂലല്ലാഹ്. വർഷങ്ങളോളം ഒരാൾ നിസ്കരിച്ചില്ല, അല്ലെങ്കിൽ ഇനൊരാളെ നിസ്കരിക്കുക പൊട്ടില്ല, നിസ്കരിക്കണ തൊട്ടയാൾ തടഞ്ഞു വെച്ചിട്ട് എങ്കിൽ നബിയേ നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവന്റെ നാണ് കാഫിറാക്കില്ല നബിയേ. അതേ ടൈമുലാ ومن نادى شعرة من شعراتك أو جزءا من عليك أكفر يا رسول الله.
തങ്ങളെ തടിയുടെ ഏതെങ്കിലും ഒരു രോമം, ആ രോമത്തെ ഒരാൾ നിസ്സാരപ്പെടുത്തിയെങ്കിൽ, ആ രോമത്തെ ഒരാൾ കത്തുപാട്ടുക നോക്കിയെങ്കിൽ, ആ രോമത്തെ ഒരാൾ കാണ്ടടികിട്ട് ചവിട്ടുക നോക്കിയെങ്കിൽ, ആ രോമത്തെ ഒരാൾ അതേ കച്ചരമുള്ള ജാഗത്ത് കഴിയുക നോക്കിയെങ്കിൽ, അല്ലാ നബിയെ നിങ്ങൾ ഇട്ട ചെറുപ്പില്ലേ, ആ ചെറുപ്പ് തങ്ങളെ കാല് തട്ടിയ ഭാഗമാണ്. ആ ചെറുപ്പുടെ ഏതെങ്കിലും ഒരു കണ്ടങ്ങ അതൊക്കെ അത് എതിരായിട്ട് എന്തെങ്കിലും ആക്കെടുതനാണ് കണ്ടെങ്കിൽ നുകഫിറൂ, ആ മനുഷ്യയുടെ ഈമാനങ്ങ ഇല്ലാണ്ടാക്കട നബിയേ. അതുകൊണ്ട് മോമിനീങ്ങള് നബിതങ്ങൾ തൊട്ട ജാഗത്തുക പറക്കത്താണ്, തെറ്റ ജാഗത്തുക പറക്കത്താണ്, നോക്കിയ ജാഗത്തുക പറക്കത്താണ്, ചൊന്ന പലകത്തുക പറക്കത്താണ്. ലോകത്തിൽ അതുപോലെ റെക്കോർഡിലായിട്ടുള്ള പലക്കാരത് 10 ലക്ഷം തോല് ഹദീസ് മനപ്പാടമാക്കിയ മഹാന്മാർ കഴിഞ്ഞു പോയില്ലേ. 3 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ മഹാന്മാർ കഴിഞ്ഞു പോയില്ലേ. ആ ഹദീസ് റിപ്പോർട്ടായി ഒരു മുഅ്മിന്റെ കയ്യിലെത്തിപ്പെടുമ്പോ ആ ഹദീസ് റിപ്പോർട്ടാക്കിട ആൽമാരെ ക്വാളിറ്റി എത്രയാണ്. ആ മനുഷ്യൻ കളവ് ചൊല്ലുക തീറ, ആ മനുഷ്യയുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങൾ സംഭവിച്ചിട്ടിക്കുക തീറ, ആ മനുഷ്യയുടെ ജീവിതത്തിൽ താന്ന പണിയൊന്നും ഉണ്ടായിട്ടിക്കുക തീറ, എങ്കിലേ ആ മനുഷ്യയുടെ ഹദീസിനെ സ്വീകരിക്കപ്പെടൂ. നബിതങ്ങളെ പലകത്തുക വല്ലാത്ത വാല്യൂ ആണ്, നബിതങ്ങളെ നോട്ടത്തുക വല്ലാത്ത വാല്യൂ ആണ്, നബിതങ്ങൾ തൊട്ട സാധനത്തുക വല്ലാത്ത വാല്യൂ ആണ്. സ്വഹാബത്തുകയോട് തോറ് ചൊല്ലണു, റസൂലുള്ളാഹിക്കുന്നുണ്ടെങ്കിൽ നബിതങ്ങളൊന്ന് ബായി മുക്കിളിച്ചു തുപ്പിടത്. ആ സ്വഹാബത്ത് കാത്തോണ്ടിന്നാറ് തുപ്പിയേണ്ട് കണ്ടെങ്കിൽ 2 കൈകും ആ തന്നിങ്ങെടുത്തിട്ട് സഹാബത്തിങ്ങ മേലുക തോത്തുവാറ്. നബിതങ്ങൾ കിടന്ന ഉടകെ ഉമ്മു സുലൈമ റളിയല്ലാഹു അൻഹാ ആ മുതുടെ വേർപ്പിങ്ങനെ എടുത്ത് കുപ്പിലാക്കിയ മഹദിയല്ലേ. ഒരു സഹാബി വന്ന് നബിതങ്ങളെ വന്നൊരു ചെന്നില്ല നബിയെ, നന്റെ മോളുടെ മങ്ങിലാണ് പണ്ട് തിങ്ങള്, എന്തെങ്കിലും നബിതങ്ങൾ തറനോ. ആ സഹാബി വന്നിട്ടതേ നബിതങ്ങളൊട്ടിക്ക് പ്രത്യേകമായ ഒരു ഗിഫ്റ്റ് കേട്ടു നബിയെ, നമുക്കൊരു അത്തറ് വേണോ. ഏതേത് അത്തറല്ല, തങ്ങളെ തടിൽ കൂടെ പേർപ്പ് ചൊല്ലി അത്തറില്ലേ, അത് നമുക്ക് തറുന്നു നബിയെ. റസൂലുള്ളാഹിന്റെ പേർപ്പെടുത്തോണ്ട് പോയി ആ മങ്ങിൽ തവം നല്ല മനപാട്ടിയ സ്വഹാബത്തുകയില്ലേ, ആ നബിതങ്ങളെ കൈകൊണ്ട് അതേ ബറക്കത്തെടുത്ത ശിഫ അനുഭവിച്ച് സ്വഹാബത്തുക എത്രയാണ് മുഅ്മിനീങ്ങളെ. നബിതങ്ങളെ ഓരോ പാർട്ടുകും വല്ലാത്ത മഹത്വമാണ്, അവിടുത്തെ ഓരോ മുടിക്കും വല്ലാത്ത മഹത്വമാണ്. സാധാരണ മുടിയതേ തടിയുടെ കളയുടെ സാധനമല്ലേ, സാധാരണ മുടിയതേ കളയുള്ള സാധനമല്ലേ. ഒരു ചെറുപ്പ് ഇട്ടെങ്കിൽ അതേ പലയായിട്ടാമത് മൂലകബക്കുള്ള സാധനമല്ലേ. ആ സാധനത്തിന് പോലും വല്ലാത്ത മഹത്വമാണ് മുഅ്മിനീങ്ങളെ. അതാണ് നാണ് ചൊന്നേ, ആ നബിതങ്ങളെ കാല തട്ടിയ ഓരോ പൊയ്യങ്ങയില്ലേ, ആ കോടാനു കോടി പൊയ്യങ്ങള് ഇവിടെ ഉള്ള ഓരോ സമുദ്രത്തിലും കോടാനു കോടി വർഷം നനച്ചിട്ട് വെച്ചിട്ട് ആ സമുദ്രത്തെ ഒരു കോടി അംശത്തില് ഒരംശം എടുത്തിട്ട് ഞങ്ങളെ മുട്ട വെച്ചെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ അംശത്ത് കാണോ പവറ്, അല്ല അനക്കാണോ പവറ്. ഒരു കാലത്തും ആ ഒരു തുള്ളി തന്നിട പകില്ല. ഈ ലോകത്ത് ആ നബിയുടെ ഉമ്മത്താവുകളുടെ ഭാഗ്യം പടച്ച റബ്ബ് ഞങ്ങൾക്ക് തന്ന, ഞങ്ങൾക്ക് കേട്ടാണ്ട് തന്ന നിഅമത്താണ്. മുഅ്മിനീങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് കളയുടെ ഒരു അവസരം ഉണ്ടായിക്കൂടാ. പടച്ച റബ്ബേ, നബിതങ്ങളെ ഇഷ്ടത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാ. നബിതങ്ങളെ പുറത്തെത്തിയതിരെ പ്രവർത്തനമുണ്ടാവുന്ന ഒരവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരല്ലേ അല്ലാ. മുഅ്മിനീങ്ങളെ, ആ നബിതങ്ങളെ ഫാത്തായി 1400 വർഷം കഴിഞ്ഞില്ലേ. ഇണ്ടും ആ നബിതങ്ങളെ പേര് നാവ് കൊണ്ട് ചരിച്ചെങ്കിൽ ആ ഓരോ പേരുകും 100 പ്രകാശം
അവകാശമാണ് ഉണ്ടാവുക പോണ്ടേ. സ്വലപിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, 100 സ്വലാത്ത് ചൊന്ന നാലാണോ സമാധാനം? ഒരു സ്വലാത്തും ചൊല്ലാത്ത നാലാണോ സമാധാനം? 100 സ്വലാത്ത് ചൊന്ന അല്ലാഹുടെ ദിക്റിനതേ തടിയുടെ ചൂട് കൂട്ടുണ്ട് കണ്ടെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ല ദിക്റുക, അല്ലാഹു അക്ബർ ചൊല്ല ദിക്റുക. ഒരു മനുഷ്യൻ നിരന്തരമായി ചൊല്ലുമ്പോ മനുഷ്യരുടെ തടിയുടെ ചൂട് കൂടുക തുടങ്ങിട്. അതേ ടൈമിൽ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ മേലിലുള്ള സ്വലാത്തില്ലേ മുഅ്മിനീങ്ങളെ, അത് ധാരാളമായി ചൊല്ലുമ്പോ അതേ ഞങ്ങളെ തടി തമ്പാവകാണ് തുടങ്ങടേ, തടിയുടെ മനസ്സൊന്ന് കുളിർമയാവകാണ് തുടങ്ങടേ. ഈ ലോകത്ത് ഞങ്ങളെ മക്കം നല്ലായി കിട്ടണ, ഞങ്ങളെ കുടുംബക്കാർ നല്ലായി കിട്ടണ എങ്കിൽ ഞങ്ങളെല്ലാരെയും കൊണ്ടൊന്ന് സ്വലാത്തൊന്ന് 100 പാട്ട് ചൊല്ലുപാട്ടുകളുടെ പ്രയത്നം നടത്തറൂ. അല്ലാഹു ഞങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. തെരുതപ്പി പോണ്ട മക്കളില്ലേ, പഠിക്കാത്ത മക്കളില്ലേ, പഠിച്ചെങ്കിൽ തലക്ക് പോവാത്ത മക്കളില്ലേ, അവളുടെ ഏറ്റവും വലിയ മാധ്യമമാണ് അസ്സലാത്തു അലർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഇന്ത്യ എല്ലാ ദർസിലും ഓതുന്ന കിതാബല്ലേ മുഅ്മിനീങ്ങളെ ശറഹുൽ അഖായിദ്. മഹാനായ ഉമർ നസഫി തങ്ങളെ കിതാബല്ലേ അൽ അഖായിദ്, അതുക്ക് ശറഹല്യ മഹാനല്ലേ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റഹ്മഹുല്ലാഹ്. പഠിക്കട കാലത്ത് പെద్దനാണ്, എത്ര പഠിച്ചെങ്കിലും തലക്ക് പോവലില്ല, എത്ര ഓതിയെങ്കിലും ഓർമ്മ നിൽക്കലില്ല. അധ്വാനിച്ച് പഠിക്കട മുതഅല്ലിമാണ്, കഷ്ടപ്പെട്ട മുതഅല്ലിമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു 4 അസറിക്ക് ഈ മുതഅല്ലിം ഇങ്ങനെ അധ്വാനിച്ച് ഓതി പഠിക്കുമ്പോ ഒരാള് വന്നു ചൊന്തോ, സഅദേ ഞങ്ങൾക്കൊന്ന് പുറത്തുപോയി പറമാ. സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ചൊന്തു, ഞാൻ എങ്ങനെയാണ് പുറത്തു വേണ്ടേ? ഇണ്ടത്തെ പാഠം നക്ക് പഠിച്ചിട്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് നിണ്ടൊട്ടികനാണ് ഒരു ജോലി റൈഡ് അസറിനെ അറത്തുക പുറത്തു വേണ്ടേ? സുബ്ഹാനല്ലാഹ്, രണ്ടാമത്തെയും മനുഷ്യ വന്ന് വിളിച്ചിട്ട് 3ാമത്തെയും വിളിച്ചിട്ടാവുമ്പോ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വന്ന് വിളിക്കിറാളൊട്ടിക ചൂടായി പോയിട്ട്, യാ ബുലഹ്, ഓ പൊട്ടാ, നിക്ക് മനസ്സിലാവില്ലേ, നക്കിണ്ടത്തെ പാഠമേ പഠിച്ചിട്ടായിട്ടില്ല, പിന്നെയല്ലേ നിണ്ടൊട്ടികനാണ് അസർ നേരത്ത് പറത്ത് വേണ്ടേ? ഉടനാ മനുഷ്യൻ ചെന്ന് പോയിട്ട്, സഅദേ ഇത് നാണ് വിളിക്കുന്നതല്ല, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദഅവത്താൻ, നബി തങ്ങളെ ഇൻവിറ്റേഷനാണ് സഅദേ. പേടിച്ചെണിച്ചു പോയിട്ട് സഅദുദ്ദീൻ തഫ്താസാനി എനിച്ചു പോകുമ്പോ കാലുക ചെറുപ്പ് പോലും ഇടകു മറന്നു പോയിട്ട്, കാരണം വിളിക്കട നേതാവ് നബിതങ്ങളാണ്. സഅദുദ്ദീൻ തഫ്താസാനി ബരികാല് നബിതങ്ങളെ മുന്നിലെത്തിപ്പെട്ട് നബിതങ്ങളും സഹാബത്തും അതേ ഒരു മരത്തടിൽ ഇങ്ങനെ ദച്ചിറാറ്. മരിച്ചുപോയ മഹാന്മാരെ സഹായം അത് തീരവുള്ളതല്ല. ലാ തൻഖതിഉ കറാമത്തുൽ ഔലിയാ, ഔലിയായുടെ കറാമത്തെ മരിക്കലോട് കൂടെ തീർന്നു പോവലില്ല. പിന്നെയല്ലേ അമ്പിയായുടെ കറാമത്തും മുഅ്ജിസത്തും. നബിതങ്ങൾ സഅദുദ്ദീൻ തഫ്താസാനിട്ട് കേട്ടിട്ട്, മോനെ സഅദേ എന്തേ വിളിച്ചപ്പ ബറാത്തേ? സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയേ നക്ക് ഗൊന്തായില്ല, നബിയേ നിങ്ങ വിളിക്കരേണ്ട ഗൊന്തായില്ല. എന്നിട്ടാണ് നബിതങ്ങൾ സഅദുദ്ദീൻ തഫ്താസാനിട്ട് കേക്കടെ, മോനെ എന്തരയാണ് നിക്കുള്ള സമസ്യ? സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ചൊന്തു, നബിയേ നക്ക് എത്ര പഠിച്ചെങ്കിലും തലക്ക് പോവലില്ല, എത്ര പഠിച്ചെങ്കിലും തലക്ക് പോവലില്ല നബിയേ. ലോകത്ത് ഏറ്റവും വലിയ ഇബാദത്തല്ലേ പഠിക്കടേ ചൊല്ലത്, അതത്ര വലിയൊരു ഇബാദത്ത് ഈ ലോകത്ത് മഹാന്മാർ കണ്ടിട്ടില്ല. എല്ലാ മഹാന്മാരൊട്ടികയും മരിക്കിற ടൈമില് പോലും അങ്ങനെ പല മസ്അലങ്ങൾ ചൊന്നു മരിച്ചതാണ്.
പല മഹാന്മാരട്ടുകയും നിങ്ങൾ മരിക്കുക പേടിയില്ലേ കേൾക്കുമ്പോ നക്ക് മരിക്കട പേടിയല്ല നാണ് മസലയാണ് ചിന്തിച്ചുകൊണ്ടുള്ളേ അതിന് ഉത്തരം കിട്ടാത്ത ആതങ്കമേ എനക്കുള്ളേ മരിക്കട പേടി എന്തുമില്ല. സുബ്ഹാനല്ലാഹ്. ഒരു സ്വഹാബിയുടെ മരണസമയം അസ്റായീൽ അലൈഹിസ്സലാം നബി തങ്ങളെ മുന്നലു അസർ നേരം വന്നു ചൊന്നില്ലേ, ഓ നബിയേ നിങ്ങളെ മുട്ട ഉള്ള ഈ സ്വഹാബത്തിന് തന്നിതീനോണ്ട് വന്നിര് എന്ന് അറിയിക്കൊറു. നബി തങ്ങൾ അറിയിച്ചിട്ടാവുമ്പോ ആ സ്വഹാബത്ത് നബി തങ്ങളോട്ട് കേട്ടില്ലേ, നബിയേ രണ്ട് അവസാനത്തെ നിമിഷമാണ് എന്ത്രയാണ് നാണാക്കോണായ നബിയേ. ഇമാമുൻ റാസി സംഭവം ഉദ്ധരിച്ചിട്ട് ചൊല്ലു, നബി തങ്ങൾ അവിടെ ചെന്ന പലക്കാണ് ഇസ്തഗിൽ ബിത്തഅല്ലും, മോനെ നിന്റെ അവസാന ടൈം നീ ദീന് പഠിക്കുള്ള പ്രയത്നം നടത്ത്, പഠിക്കുന്നത് കൊണ്ട് നീണ് ബിസിയാവൂ. ഒരരഗണ്ട കളിയുമ്പോ സ്വഹാബത്ത് ദീനീ കാര്യങ്ങൾ പഠിച്ചോണ്ടിരിക്കുമ്പോ ആ സ്വഹാബത്തിന് മരണം സംഭവിച്ചു പോയിട്ട് ഇമാമുൻ റാസി ആ സംഭവം ഉദ്ധരിച്ചു ചെന്നില്ലേ, ലോകത്തിൽ പഠിക്കിടാണ്ടിയാറ നല്ലൊരു ഇബാദത്ത് വേറും നീന്ത് കണ്ടെങ്കിൽ നബിതങ്ങൾ അത് ആക്കുക ചൊല്ലന്ത്. ഇൽമുടാണ്ടി വലിയൊരു മഹത്വം വേറൊന്നുമില്ലാത്തത് കൊണ്ടാണ് നബിതങ്ങൾ പഠിക്കുക ചൊന്നേ. നിസ്കാരം കൃത്യമാവന പഠനം വേണ്ടേ, നോമ്പ് ശരിയാവന പഠിക്കണ്ടേ, സുന്നത്തതേ എടുക്കണ പഠിക്കണ്ടേ, സക്കാത്ത് കൊടുക്കണ പഠിക്കണ്ടേ, അതേ ഒരു കിടന്ന് കരട്ട് ഉറങ്ങണ പഠിക്കണ്ടേ, ഒരു കരട്ട് തിന്നണ പഠിക്കണ്ടേ. ഈ ലോകത്ത് ഒരു മുഅ്മിനുമായി ബന്ധപ്പെട്ട എന്തെല്ലാം അമലുകൾ ഉണ്ടാ, എല്ലാ അമലുടെയും A to Z ഭാഗവും പഠനമാണ്, പഠിക്കലാണ്. പഠിച്ചെങ്കിലേ അത് ഇബാദത്തായി തീർക്കുക സാധിക്കൂ. ചോറിനുടേത് ഇബാദത്താവണ്ടേ, നിക്കിടത് ഇബാദത്താവണ്ടേ, ദൈക്കിടത് ഇബാദത്താവണ്ടേ, ഉറങ്ങിടത് ഇബാദത്താവണ്ടേ, നോക്കുടത് ഇബാദത്താവണ്ടേ, പലക്കരുത് ഇബാദത്താവണ്ടേ, അതേ കൈ ചലിപ്പിക്കുന്നത് ഇബാദത്താവണ്ടേ. ഓരോന്നും ഇബാദത്താക്കി തീർക്കണ മുഅ്മിനീങ്ങളെ, ആഖിറം രക്ഷപ്പെടണ മുഅ്മിനീങ്ങളെ, എങ്കിൽ പഠനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഒരു മഹാൻ ഒട്ടിക വന്നിട്ട് ഒരാൾ കേട്ടെ, നിങ്ങൾ മരിക്കിടാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾക്കിടെ സ്വരമേതാണ്, നിങ്ങ ഇപ്പൊ മരിക്കിടാറുണ്ട് കണക്ക് കൂട്ടുക എങ്കിൽ നിങ്ങൾ എന്തയാണ് ആക്കിടെ. ആ മഹാൻ ചൊന്നില്ലേ, തലീമുന്നാസ് ആലുമാർക്ക് പടിപാട്ടി കൊടുക്കുന്നതാണ്, അതാണ് നാണാക്കിട സ്വറ. ഞങ്ങളെ മഹാന്മാരായ ഉലമാവട്ടൊന്ന് കേട്ടു നോക്കൂ. നിങ്ങൾ സ്വർഗത്തിന് മാറ്റി എത്തിപ്പെട്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കണത് എന്തര്? അങ്ങ് ചൊല്ല ഉത്തരം ഒന്നേ കിതാബുടെ ദർസെടുക്കണു, അതേ ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരി ദർസെടുക്കണു. അങ്ങനെ ആശം തീരില്ല മുഅ്മിനീങ്ങളെ. ലോകത്ത് ഏറ്റവും വലിയ ടേസ്റ്റും ഏറ്റവും വലിയ അനുഭൂതിയും വെച്ചൊരു സാധനമാണ് പരിശുദ്ധമായ ദീന്റെ ഇൽമുക, ഖുർആനുക, ഹദീസുക. അതിൽ ഒരാൾക്ക് ടേസ്റ്റ് പിടിച്ചു പോയെങ്കിൽ ഈ ലോകത്തിൽ ബാക്കിയുള്ള ഒരു ടേസ്റ്റും ടേസ്റ്റ് അല്ല. പടച്ചറബേ, ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളെ മക്കൾക്കും പഠനത്തിലൊട്ടിയുള്ള നല്ല ടേസ്റ്റ് നീ ഇട്ടുകൊടുക്കണു അല്ലാ. നിന്റെ ദീന്റെ ഇൽമുമായിട്ടുള്ള നല്ല ബന്ധം ഞങ്ങളെ മക്കൾക്ക് നീ ഇട്ടുകൊടുക്കണു അല്ലാ. ഭാവി ജനറേഷന്റെ നല്ല ഉഖ്റവിയായ ആലിമീങ്ങായി ഞങ്ങളെ മക്കളെ നീ തെരഞ്ഞെടുക്കണു അല്ലാ. ഓ മുഅ്മിനീങ്ങളെ, ഉലമായുടെ മഹത്വം ചെറുതല്ല, വല്ലാത്ത മഹത്വമാണ്. ഞങ്ങൾ എല്ലാവരും സാധാരണക്കാരാണ്. ഒരു നല്ലൊരു പണ്ഡിതൻ അതേ ഒരു റായത്തെ ഖബർ സിയാറത്തുക്ക് പോകണുണ്ടെന്നില്ല, ആ റായത്തെ ഖബർ അതേ ഖബർ സ്ഥാനമില്ലേ, അതിനരികിൽ അയാൾ പാസ്സായെങ്കിൽ ആ ഖബറിലുള്ള എല്ലാ ആത്മാരെയും ശിക്ഷ ഉയർത്തപ്പെടൂ. പിന്നെയല്ലേ ഓതിയെങ്കിലുള്ള മഹത്വങ്ങ, പിന്നെയല്ലേ അങ്ങ് ദ്വാർന്നെങ്കിലുള്ള മഹത്വങ്ങ. എല്ലാരും സ്വർഗത്തുക്ക് പോകുമ്പോ ഉലമാക്ക് സ്വർഗത്തുക്ക് പോകുത്തില്ലേട്ടുണ്ടു. കാരണം അല്ലാഹു തആല ആലിമുട്ട ചൊല്ലൊരു പലകമുണ്ട്, ഓ പണ്ഡിതനെ, നിന്റെ അതേ സമുദായത്തിൽപ്പെട്ട് പലരെയും
ആരെയും രക്ഷപ്പെടുത്തുള്ള ശഫാഅത്തിന് അധികാരം നിൽക്കുന്നതാണ് തന്നോണ്ടുള്ള അതും ഉപയോഗപ്പെടുത്തിയിട്ട് സ്വർഗത്ത് പോയെങ്കിൽ ഓ മുഅ്മിനീങ്ങളെ, പടച്ച റബ്ബ് ലോകത്തിലും സ്ഥാനം കൊടുത്ത ആഖിറത്തിലും സ്ഥാനം കൊടുത്ത ഈ ലോകത്ത് ഇൽമുടത്ര വലിയൊരു മഹത്വമുള്ള ഇൽമുടത്ര വലിയ ബഹുമാനവും ഗാംഭീര്യവുമുള്ള ഇനൊരു സാധനം അല്ലാഹു പടച്ചിട്ടില്ല. അതുകൊണ്ടാണ് സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിലെത്തിപ്പെടുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഅദര ബായെന്ന് തുറക്കുക ചൊല്ലു. ഇഫ്തഹ് ഫാക്കാ, സഅദേ ബായെന്ന് തുറ. ബായി തുറന്ന സഅദര ബായി പവിത്രമായ നബി തങ്ങളെ ഔമിനീരൊന്നു പൊള്ളു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങൾ ഉസ്താദ് നാണും കാണാണ്ട കുറേ ടൈമായി തന്നെ വന്നിട്ടുണ്ട്. അള്ളാഹു തങ്ങൾ ഉസ്താദ് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ദീർഘകാലം ആ നേതൃത്വം അനുഭവിക്കുകയുള്ള ഭാഗ്യം അള്ളാഹു നമ്മ തരട്ടെ. അങ്ങനെ പിറ്റാനത്തെ ക്ലാസ്സിൽ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ഉസ്താദിനെ മുന്നിൽ ഇങ്ങനെ തെക്കുമ്പോ ഇങ്ങനെ ക്വസ്റ്റനങ്ങൾ കേൾക്കുക തുടങ്ങിയത്. കൂടെയുള്ള ക്ലാസ്മേറ്റ്സ് എന്തും ഈ വിഷയം കൊന്തില്ല, മുന്നൽ തണ്ട് നടന്ന വിഷയം എന്ത് കൊന്തില്ല. അങ്ങ് പേർച്ചത് ഓൺ അർത്ഥമില്ലാത്ത ക്വസ്റ്റനാണ് കേട്ടോണ്ടുള്ള സഅദ് ഉണ്ട്. അപ്പോഴാണ് ഉസ്താദിനെ കണ്ണ് നിറഞ്ഞു പോയിട്ട്, മുഅ്മിനീങ്ങളെ കണ്ണ് നിറഞ്ഞു പോയിട്ട് ഉസ്താദിന് മനസ്സിലായിട്ട് സഅദിക്ക് കിട്ടതെല്ലാം കിട്ടിപ്പോയിട്. സഅദേ അജ്ലിസ് മക്കാനി. അങ്ങനെ സഅദിനെ കൊമന്നിട്ട് സ്വന്തം സീറ്റില് അതെ മഹാന അജലസ മക്കാനഹു. സുബ്ഹാനല്ലാഹ്, മഹാനായ ഉസ്താദ് ആ സഅദ് റളിയല്ലാഹു അൻഹുടെ തൻ്റെ സീറ്റിൽ ഇങ്ങനെ ദൈപ്പാട്ടുണ്ടാണ്. അജലസ മക്കാനഹു. സുബ്ഹാനല്ലാഹ്. അണ്ട് മുതൽ സഅദുദ്ദീൻ തഫ്താസാണ് തുടങ്ങുന്ന സബക്ക്. ആ ഷറഹുൽ അഖായിദ് കിതാബ് അതിക്കെല്ലാം ഷറഹുള്ളതുകൊണ്ട് കണ്ടെങ്കിൽ ചെറിയ ബുദ്ധി എന്തും അല്ലാഹു തആല മഹാന്മാരെ മദദ് നാമോ നൽകട്ടെ. ഇതെല്ലാം ഞാൻ ചൊന്നോണ്ട് വന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ആ തങ്ങളൊട്ടിയുള്ള മഹബ്ബത്തിനെ അധികരിപ്പിക്കണം. വല സൗഫ യുഅതീക റബ്ബുക ഫതർലാ ചെന്നിട്ടാകുമ്പോൾ നബി തങ്ങൾ ചെന്ന പലക്കാണ്. ലാ അർലാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ. നന്റെ ഉമ്മത്തിൽ ഏതെങ്കിലും ഒരാൾ നരകത്തിലിരിക്കുമ്പോൾ നക്കതിഷ്ഠാവല ചെന്നിട്ടു പ്രഖ്യാപിച്ച നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു